ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ചേരുകയാണ്. ടീച്ചർ, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന്റെ ഗുരുവായൂർ ദർശനം ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നിയമലംഘനം നടത്തിക്കൊണ്ട് നടത്തിയ ദർശനമായിരുന്നു ആ ഒരു VIP ദർശനം. എന്തായാലും വിഷയത്തിൽ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിലേക്ക് പോകും. അഡ്മിനിസ്ട്രേറ്ററെ ഈ വിഷയത്തിൽ നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഭക്തരിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃപ്രയാറിൽ നടന്നത് ഗുരുവായൂരിൽ നടന്നത് നിയമലംഘനമാണ് എങ്കിൽ തൃപ്രയാറിൽ നടന്നത് ആചാര ലംഘനമാണ് എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തെ ടീച്ചർ നോക്കിക്കാണുന്നത്? ഇവിടെ കേരളത്തിന്റെ ഭരണ സംവിധാനവും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനവും ഹൈന്ദവ സമൂഹത്തെയും ആചാരങ്ങളെയും ഏത് രൂപത്തിലാണ് കാണുന്നത് എന്നതിന്റെ ഒരു ഏകദേശം നമുക്കത് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണിത്. കാരണം ദേവസ്വം ബോർഡ് രൂപീകരിക്കാനുള്ള അധികാരം തങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നതുകൊണ്ട് തങ്ങളുടെ ഏതെങ്കിലും ഏറാമൂളികളെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ മെമ്പർമാരോ ഒക്കെ ആക്കി മാറ്റാം, തങ്ങളുടെ രാഷ്ട്രീയ തിണ്ണമെടുക്കൊണ്ട് ഉദ്യോഗസ്ഥരെ ഞങ്ങളുടെ കാൽക്കീഴിലാക്കാം എന്നൊക്കെയുള്ള അഹങ്കാരം ഉള്ളത് കൊണ്ട് തന്നെ ഭക്തർ അവരുടെ മുന്നിൽ ഒരു വിഷയമേ അല്ല. ഭക്തനാണ് അവിടെ പ്രാധാന്യം എന്നുള്ളത് അതവർ മറന്നുപോകും. മുഖ്യമന്ത്രിക്ക് ഭക്തനാകാം, മുഖ്യമന്ത്രി അമ്പലത്തിൽ വരുന്നതിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭക്തൻ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ഭക്തി വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും തലേ ദിവസം വന്ന് കാവൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള പബ്ലിക് ഹോളിഡേസിൽ ചില നിയന്ത്രണങ്ങൾ അത്തരം കാര്യങ്ങളിൽ വെക്കുന്നത്. അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ട് ആ VIP ദർശനം പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എന്തിനു വന്നു? അതുപോലെ തന്നെ സ്വന്തം അണികൾക്ക് ഭ്രാന്തി പിടിച്ച മാതിരിയല്ലേ അധികാരം കിട്ടിയപ്പോൾ അകത്തു നിന്ന് ഫോട്ടോ എടുത്തത് തൃപ്രയാറാണെങ്കിലും ഇവിടെയാണെങ്കിലും മറ്റേ ഹൈബീഡിനൊക്കെ എവിടെയാണോ വിലക്കുള്ളത് അവിടെ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. തൃപ്രയാറിനകത്തും അത് തന്നെ. അവിടെ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞവരോട് തട്ടിക്കേറിക്കൊണ്ട് എടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട് ഫോട്ടോ എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അവർക്ക് കേരളം ഭരിക്കാനുള്ള അധികാരമാണ് കൊടുത്തത്, ഭക്തരെ ഭരിക്കാനോ ഭഗവാനെ ഭരിക്കാനോ ഉള്ള അധികാരമല്ല കൊടുത്തത്. അത് തിരിച്ചറിയുന്നത് നല്ലത്. കാരണം ഇത്തരം ഭക്തർക്ക് ഉള്ളിൽ വേദന ഉണ്ടാക്കുക എന്നുള്ളത് ശബരിമലയിലെ ആചാരം ലംഘിച്ചുകൊണ്ട് വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് നമുക്കറിയാം. അപ്പൊ കോൺഗ്രസുകാർ ഇപ്പൊ കിട്ടിയ ഈ അധികാരം എന്നേക്കുമാണ് എന്നും മലയാളിയുടെ മനസ്സ് ഞങ്ങൾ അപ്പാടെ കീഴടക്കി ഞങ്ങളുടെ കാൽക്കീഴിലായി എന്നൊക്കെ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഇത് ചാഞ്ഞും ചെരിഞ്ഞും വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഭക്തരുടെ വികാരം മനസ്സിലാക്കണം. നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സ്ഥലം എന്നതുകൊണ്ട് തന്നെ നിയമത്തിന് മുഖ്യമന്ത്രിയും കീഴടങ്ങേണ്ടതാണ്. മുഖ്യമന്ത്രി നിയമത്തിന് വിധേയൻ തന്നെയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയവും നിയമപരമായ നടപടികളെ നേരിടേണ്ടതുമാണ്. ഇനി കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ അധികാരം തലക്കി പിടിച്ചുകൊണ്ട് കൂടുതൽ ഇത്തരം എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്ന കാലമാണ് അദ്ദേഹം. വെണ്ണ കൊണ്ട് തുലാഭാരമൊക്കെ തൂക്കിയാണ് ഏറ്റവും ചെലവുള്ള ഒരു കാര്യമാണ് വെണ്ണ കൊണ്ടുള്ള തുലാഭാരം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ജയിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാടുകൾ നേർന്നിട്ടുണ്ടാകാം. അതൊക്കെ സമാജത്തിന് അറിയുന്നതും ഒരു നല്ല കാര്യമാണ്. പക്ഷേ അത് ചെയ്യേണ്ടത് ഏറ്റവും നല്ലൊരു വിനീതനായ ഭക്തൻ എന്ന നിലയിൽ ഭഗവാനെ ഭരിക്കാനുള്ള അധികാരം കിട്ടിയിട്ടില്ല, ഭക്തനെ ഭരിക്കാനുള്ള അധികാരം കിട്ടിയിട്ടില്ല, ഭക്തിയെ അളക്കാനുള്ള അധികാരവും കിട്ടിയിട്ടില്ല, ആചാരം ലംഘിക്കാനുള്ള അധികാരവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കിട്ടിയ അധികാരം അത് ഏറ്റവും വിനീത വിധേയനായ ഒരു ചിരിയിൽ മാത്രം പോരാ, പൂക്കിയാൽ മാത്രം പോരാ, മറിച്ച് ഏറ്റവും വിനീത വിധേയനായി ആ അധികാരം പ്രയോഗിക്കുക എന്നുള്ളതാണ് ജനമനസ്സുകളിൽ സ്ഥായിയായി നിലനിൽക്കാൻ വേണ്ടത് എന്ന് ഉപദേശിക്കാൻ ആരെങ്കിലുമൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായാൽ സതീശന് ഭാവിയുണ്ട്. ഇല്ലെങ്കിൽ ഈ പൂത്തിരി കത്തി അമരുന്നത് പോലെ തന്നെ ഒരു പ്രഭ മാത്രമേ കാണുള്ളൂ, കത്തി അമരാൻ അധിക സമയം വേണ്ടി വരും. ശരി, വളരെയധികം നന്ദി ടീച്ചർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.